ഡയറക്റ്റ് ഉള്ള കസ്റ്റമർ സ്റ്റിക്കിനെസ് ഉണ്ടല്ലോ, അതാണ് നമ്മളെ പ്രൊഡക്റ്റിൽ ഇത്രയും പ്രോഡക്റ്റ് എക്സ്പെർട്ടീസ് ആക്കിയതും കൺസ്യൂമറിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. കാരണം സാധനം ലോഞ്ച് ചെയ്താൽ നെക്സ്റ്റ് ഡേ നമുക്ക് റിവ്യൂ കിട്ടും, ഫീഡ്ബാക്ക് അപ്പം തന്നെ വരും. മറ്റേത് GTയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് പോയി, ഡിസ്ട്രിബ്യൂട്ടർ ചിലപ്പോൾ അയാളെ റീറ്റെയിലർ അടുത്ത് പോയി ഈ വരുന്ന ഇൻഫർമേഷൻ 100% വരില്ല. നമ്മളെ മറ്റേ ഗെയിമില്ലേ ചെവിയിൽ പറയുന്നത്, അതേമാതിരി പല സാധനങ്ങൾ മാറി മറിഞ്ഞിട്ടൊക്കെ വരും. അവസാനം ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇൻഫർമേഷൻ ഒന്നും ഇല്ലാണ്ടായി പോകും. വരും പക്ഷെ പല രീതിയിലായിരിക്കും, വളരെ 100% ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. പക്ഷെ അതിന് വഴികളുണ്ട് കേട്ടോ. നമ്മുടെ ടീം പോയി ഡയറക്റ്റ് റീറ്റെയിലായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഇൻഫർമേഷൻ കിട്ടും. പക്ഷെ അവിടെ അത്രയും മാൻ പവർ വേണം, സമയം എടുക്കും ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി. ഇപ്പൊ എനിക്ക് ഇപ്പോഴും എന്റെ റിവ്യൂ ആപ്പിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് എടുത്തൂടെ, എനിക്ക് റിപ്പോർട്ടായിട്ടൊന്നും വേണ്ടല്ലോ. കറക്റ്റ്, ഡയറക്റ്റ് പോയിട്ടാണ് ഈ പ്രോഡക്റ്റിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ. അപ്പൊ അതൊരു ഇൻസൈറ്റ് ആണ് എനിക്ക് ആസ് എ ഫൗണ്ടർ, എൻ്റെ ടീമിലുള്ള മാർക്കറ്റിംഗ്, ഡിസൈനർ, NPD-ലുള്ള ആൾക്ക്, പ്രൊഡക്ഷനിലുള്ള ആൾക്ക്. അപ്പം സോ വി സ്റ്റാർട്ടഡ് അഗെയിൻ പ്രോഡക്റ്റിലുള്ള ഫോക്കസ് എന്ത് ചെയ്ത് വീണ്ടും വന്നു. ബാക്കി ഒരു 60% ബാക്കി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ GTയിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് GT എടുത്ത് ഒഴിവാക്കിയപ്പോൾ ഇ-കോമിൽ വന്നു. ഇ-കോമിന് കുറച്ച് കൂടുതൽ അടിച്ചപ്പോൾ അഗെയിൻ അവിടെ പ്രൊഡക്റ്റ് വീണ്ടും വന്നു. പ്രോഡക്റ്റിന്റെ ഫോക്കസ് കുറച്ചുകൂടെ കൂടി. ഞാൻ പറയുന്നത് അതൊരു സ്കില്ലാട്ടോ. ഈ GTത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്. ചിലപ്പോൾ നമ്മളെല്ലാം കറക്റ്റ് സോൾവ് ചെയ്തിട്ടുണ്ടാവില്ല. അതെ, നമ്മൾ ഇ-കോമിൽ വന്നിട്ട് നമുക്ക് കസ്റ്റമർ മാത്രം ഫോക്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പം വി സ്റ്റാർട്ടഡ് എൻജോയിങ് ദിസ് ജേർണി. ഞാൻ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഫോണിൽ സംസാരിച്ച് 2-3 ഇടയ്ക്കൊരു കോൾ സെന്റർ ഒക്കെ ആവും. ടീമിനെ വിളിക്കുന്നത്, എടാ അതെന്താണ് ഇവിടെ എന്താ ഓർഡർ കിട്ടാത്തത്, ആ രീതിയിൽ ഇതൊക്കെ ഇപ്പൊ അടുത്ത പൈസ കളക്ട് ചെയ്യും. ഇ-കോമിൽ ഇതൊക്കെ ഈ സംഭവം ചെയ്യില്ല, ആമസോൺ ചെയ്യുന്നു, ഷോപ്പിഫൈ ചെയ്യുന്നു. ശരിയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇവോൾവ് ചെയ്ത് തുടങ്ങി, പ്രൊഡക്റ്റിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മൾ ഇ-കോമിൽ വെബ്സൈറ്റിൽ നമുക്ക് പെർട്ടിക്കുലർ കമ്മോഡിറ്റി പ്രോഡക്റ്റും ബേസിക് പ്രോഡക്ട്സും നമുക്ക് ഫീസിബിൾ അല്ലാന്ന് റിയലൈസ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, D2C വെബ്സൈറ്റ് 499 MRP ഉള്ള ട്രാക്ക് പാന്റ് 500 CAC കൊടുത്ത് വിറ്റിരുന്നു. കസ്റ്റമർ അക്വസിഷൻ കോസ്റ്റ് ഇത്രയും കൊടുക്കാൻ പറ്റൂല. അല്ല, സെയിം അത് നില്ലായി പോവല്ലോ. സോ വി സ്റ്റാർട്ടഡ് ഫോക്കസിങ് ആക്ച്വൽ കസ്റ്റമർ പ്രോബ്ലംസ്. ഈ റിവ്യൂ അയച്ചിട്ടും കസ്റ്റമറായിട്ട്, ഈ വെബ്സൈറ്റിൽ വരുന്ന കസ്റ്റമറായിട്ട് സംസാരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഞാനും എൻ്റെ ടീമും ഡിസൈൻ ചെയ്തു. അതായത് നമ്മൾ ഈ ജോഗറിൽ വല്ലാണ്ട് ക്വസ്റ്റ്യൻസ് വരായിരുന്നു, സിപ്പർ വേണം. ആളുകൾ ഈ ഫോണും പേഴ്സൊക്കെ ഇതിൽ തന്നെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അതെ, എസ്പെഷ്യലി മെൻസ് ഒരു ബാഗ് ഇട്ടിട്ടോ പൗച്ച് ഇട്ടിട്ടോ എന്നെല്ലാം നടക്കുന്നത്. അപ്പോൾ വി തോട്ട് ഓഫ് അധികം നമ്മൾ ചോദിച്ചപ്പോൾ ഈ ജോഗർ നിങ്ങൾ എവിടെയൊക്കെ ഇടുന്നത് ചോദിച്ചപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്, ജോഗേഴ്സ് അധികം ഇടുന്നത്. അതെ, വർക്കിലോട്ട് അന്നൊക്കെ ആ സമയത്തൊക്കെ കുറച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടോ. 50-60% വേർ വർക്കിംഗ് ഫ്രം ഹോം, ബാക്കി എല്ലാവരും ഓഫീസിൽ പോയി തുടങ്ങി. ഓക്കെ. അപ്പോൾ നമ്മൾ ചോദിച്ചു, വൈ കനോട്ട് വി മേക്ക് ട്രാവൽ ജോഗേഴ്സ്? അതായത് ജോഗേഴ്സ് ജനറിക് അല്ലാതെ തിങ്ക് അബൌട്ട് ട്രാവലിംഗ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പം നമ്മൾ ഇടുന്ന ആ ജോഗേഴ്സിൽ നമുക്ക് എന്തൊക്കെ വേണം, അത് നമ്മളെ കസ്റ്റമർ ഫീഡ്ബാക്കിൽ നിന്നും ഇൻപുട്ട് എടുത്തു. നമ്മുടെ ടീം ഇരുന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് എന്തൊക്കെ വേണ്ടെന്ന്. ഇപ്പൊ പ്രൈമറി സാധനമായിരുന്നു പോക്കറ്റ്സ് വിത്ത് സിപ്പേഴ്സ്. കറക്റ്റ്. അപ്പൊ ഞാനും പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പവർ ബാങ്ക് ഒക്കെ ഈ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഈ ബാഗ് ഇട്ടിട്ടില്ല, എല്ലാം കൂടി ഇടാൻ കഴിയില്ല. പവർ ബാങ്ക് നമ്മളെ കയ്യിൽ വേണം, ചെക്ക് ഇൻ ലഗേജിൽ പറ്റില്ല. അതെ, അതേപോലെ തന്നെ പാസ്പോർട്ട് നമ്മളെ കയ്യിൽ വേണം, ഫോൺ വേണം, ബോർഡിംഗ് പാസ് വേണം. ബോർഡിംഗ് പാസ് വേണം. ഇനി വേറെ എവിടെയും പോവാണെങ്കിൽ നമ്മൾ ആ ഫോൺ ഒരു സിമ്മിൻ്റെ ഒക്കെ ആണെങ്കിൽ വേറെ ഫോൺ വേണം, പെട്ടെന്ന് ഇട്ടിട്ട് അവിടെ വിളിക്കാനൊക്കെ. നമ്മൾ ആലോചിച്ചു, നമുക്ക് പോക്കറ്റ്സ് ഉള്ള സിപ്പേഴ്സ് ഉള്ള ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാൻസ്. സോ വി നെയിം ഇറ്റ് ആസ് ട്രാവൽ ജോഗേഴ്സ്. അപ്പൊ അതിലാണ് ശരിക്കും നമ്മളൊരു D2C എൻട്രി എന്ന് പറയാം. കാരണം മാർക്കറ്റ് പ്ലേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റി വിൽക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് സ്പീഡായിട്ട് കയറാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ വി സ്റ്റാർട്ടഡ് ആക്ച്വലി സോൾവിങ്. നമ്മൾ പറഞ്ഞല്ലോ, ഈ ക്വാളിറ്റി പ്രൈസ് എന്നുള്ളത് മുന്നത്തെ ഡിമാൻഡ്സ് ആയിരുന്നു. അത് ഇപ്പം ഡീഫോൾട്ട് ആയിട്ട് വരേണ്ട സാധനങ്ങളാണ്. അതായിരുന്നു നമ്മൾ മുന്നേ മാർക്കറ്റ് പ്ലേസിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്നോവേഷൻ വന്നു, ഫങ്ഷനാലിറ്റി വന്നു, കംഫർട്ട് വന്നു, പ്രയോറിറ്റീസ് ചേഞ്ച് ആയി, പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ആസ്കിങ് മോർ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിൽ ഫോക്കസ് ചെയ്തു. ഇന്നോവേഷൻ എന്നുള്ളത് ഈ പോക്കറ്റ്സും കാര്യങ്ങളും മാത്രമല്ല, ഫാബ്രിക്കിന്റെ ഫങ്ഷനാലിറ്റീസിലും നമ്മൾ എന്ത് ചെയ്തു, കൂടുതൽ ഫോക്കസ് ചെയ്തു. നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, പക്ഷെ വളരെ ഫ്ലിംസി ആവരുത്. നമുക്ക് പുറത്തിട്ട് പോകാനുള്ളതാണ്, വീട്ടിലിടുന്ന പോലല്ല. വീട്ടിൽ നിന്ന് കുറച്ച് ലുക്ക് വേണം. ആ ഒരു നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണം. അത് ലുക്കിൽ മാത്രമല്ല, ആ ഡ്രൈപ്പിലും നമുക്ക് വളരെ ഫ്ലിംസി ആവരുത്. പുറത്തിട്ട് പോകുമ്പോൾ കംഫർട്ടബിൾ ആണ്, ബ്രീത്തബിൾ ആയിരിക്കണം.
ലൈറ്റ് വെയിറ്റ്, ട്രാവൽ എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അതെ. പിന്നെ ട്രാവലിംഗിൽ നമ്മൾ സ്വെറ്റ് ചെയ്യും, കൂടുതൽ ടൈം യൂസ് ചെയ്യും, അപ്പം ഓർഡർ കൺട്രോൾ വേണം. ഇതൊക്കെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് ആട്ടോ ഇവിടെ എത്തുന്നത്. അതെ അതെ. അല്ലാണ്ട് നമ്മൾ ആദ്യം ഓർഡർ കൺട്രോൾ അല്ലെങ്കിൽ ആ രീതിയിലല്ല. സോ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി റിവേഴ്സ്. പ്രോബ്ലം ആസ് എ കസ്റ്റമർ എന്ത് വേണമെന്നും കസ്റ്റമർ എന്താണ് പറയുന്നതെന്നും. അതെ അതെ അതെ. അപ്പോൾ എന്താണ് ഇഷ്യൂസ്, അതിനുള്ള സൊല്യൂഷൻ കണ്ടു. കുറെ സാധനം ഇറക്കും, ഫെയിൽ ആവും, സാമ്പിൾ റിജക്റ്റ് ആവും, ചിലത് നമ്മൾ ലോഞ്ച് ചെയ്യും, വീണ്ടും ഫെയിൽ ആവും. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ വളരെ കസ്റ്റമർ സെൻട്രിക് ആയി, കസ്റ്റമർ ഒബ്സസ്ഡ് ആയി ശരിക്കും. ആദ്യം അത് ആലോചിക്കുക, എന്നിട്ട് ബാക്കിയൊക്കെ എന്ത് ചെയ്യാന്നുള്ള രീതിയിലായി. നമ്മളെ കോശിട്ടൊന്നും വേണ്ട, നമ്മൾ ആ പ്രോഡക്റ്റിൽ വല്ലാണ്ട് ഫോക്കസ് ചെയ്തു. അപ്പൊ അവിടുന്ന് നമ്മൾ ട്രാവൽ ജോഗേഴ്സ് കൊണ്ടുവന്നു. അത്യാവശ്യം നമുക്ക് നല്ലൊരു പിക്കപ്പ് കിട്ടി.